എന്തെല്ലാം വർത്താനം സുഖന്നല്ലേ? അപ്പോൾ നമ്മൾ വേരിയബിൾ മാസിൻ്റെ ഡെറിവേഷൻ ചെയ്തിരുന്നു. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള സാറ്റലൈറ്റ് കൺവെയർ ബെൽറ്റ് പ്രോബ്ലംസ് ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. സോ ഇതിനു മുമ്പ് ഡെറിവേഷൻ അറിയാത്ത ആൾക്കാർ ബേജാറാവേണ്ട ആവശ്യമില്ല. നമ്മൾ ഡെറിവേഷൻ അറിയേണ്ട ആൾക്കാർ അവിടെ പോയിട്ട് ഡെറിവേഷൻ പഠിക്കാം. പക്ഷെ അല്ലാത്ത ആൾക്കാരും ഇത് കണ്ടതിൽ സംഭവം ക്ലിയർ ആവും. ഓക്കെ ഷോ. അപ്പോൾ നമ്മൾ സാറ്റലൈറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സാറ്റലൈറ്റ് എവിടെ ഉണ്ടാവാം? ശൂന്യാകാശത്ത് എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടാവും. അതായത് ഭൂമിയിലാകുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും അല്ലേ? പുറത്തേക്ക് സ്പേസിലേക്ക് പോയി കഴിഞ്ഞാൽ ഡീപ്പ് സ്പേസ് ഒക്കെ ആകുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒന്നും ഉണ്ടാവില്ല, മാസസ് ഒന്നും ഇല്ല, തൊട്ടടുത്തൊന്നും ഇല്ല. മാസ് ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ ദൂരത്താണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വളരെ ദൂരത്തുണ്ടാവും, കുറയും അല്ലേ? അപ്പം അങ്ങനത്തെ ഒരു സ്പേസിലാണ് സാറ്റലൈറ്റ് ഉള്ളത് ചെയ്യുക. സോ നമുക്ക് പഠിച്ച ഇക്വേഷൻ ഏതാണ്? നമ്മൾ പഠിച്ച ഇക്വേഷൻ വെക്ടർ എഫ് നെറ്റ് എക്സ് ടേണൽ ഈസ് ഈക്വൽ ടു എം ഡി വെക്ടർ വി ബൈ ഡി ടി plus or minus vector Vm dm into dm by dt. വളരെ സിമ്പിൾ ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ സാറ്റലൈറ്റ് ഇങ്ങനെയാണ് നമ്മുടെ സാറ്റലൈറ്റ് ഉള്ളതെന്ന് വിചാരിക്കുക. നമ്മുടെ സാറ്റലൈറ്റ് തൽക്കാലം ഇങ്ങനെയാണ് ഉള്ളത്. അതൊരു വി വെലോസിറ്റിയിൽ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. ഇവിടെയായിട്ട് കുറച്ച് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട് സാർ. ശൂന്യാകാശത്തും ഡസ്റ്റും ഡസ്റ്റ് ഉണ്ടാവും. അങ്ങനെ കുറേ പ്ലാനറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടിയിട്ടൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ പൊടിപടലങ്ങൾ ഉണ്ടാവില്ലേ? ആ പൊടിപടലങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. ഈ പൊടിപടലം എന്താ ചെയ്യണത്? റെസ്റ്റ് എടുക്കുകയാണ്. കുറേ കാലം ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും മുട്ടി രണ്ടാൾക്കാരുടെ ഇടയിൽ നിന്നിട്ട് ബുദ്ധിമുട്ടിയില്ലേ? നിങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങളെ പാരൻസ് അങ്ങോട്ടും കൂടെ അടിപൊളി ഉണ്ടാക്കണം, അതിൻ്റെ ഇടയിൽ പോയിട്ട് പെട്ടിയില്ലേ? അതേപോലെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് പാവം റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണ്ടേ? പ്ലസ് വെച്ച് അപ്ലൈ ചെയ്യണോ മൈനസ് വെച്ച് അപ്ലൈ ചെയ്യണോ? സാറിന് ഇഷ്ടമുള്ള പോലെ അപ്ലൈ ചെയ്തോളി, അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവിടെ മാസ് ജോയിൻ ചെയ്യാണോ മാസ് ലീവ് ചെയ്യാണോ? മാസ് ജോയിൻ ചെയ്യാണ് അല്ലേ? ഡസ്റ്റ് ഇങ്ങനെ ഈ ക്യാപിറ്റൽ എമ്മും ഡസ്റ്റ് പാർട്ടിക്കിൾസ് അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ ക്യാപിറ്റൽ എമ്മിന്റെ മേലെ ഡസ്റ്റ് പാർട്ടിക്കിൾസിന്റെ മാസും ആഡ് ചെയ്യപ്പെട്ടു. സോ ഇതാണ് ഡി എം, ഇതാണ് ക്യാപിറ്റൽ എം. ഓക്കെ, ഇത് സാറ്റലൈറ്റ് ആട്ടോ, സാറ്റലൈറ്റിന്റെ മാസ് ആട്ടോ ക്യാപിറ്റൽ എം. ഓക്കെ, അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാണ്? നമ്മുടെ ഇക്വേഷൻ 0 ഈസ് ഈക്വൽ ടു, ഇതെങ്ങനെ 0 ആയി സാർ? അവിടെ ഡീപ്പ് സ്പേസ്, ഈ സിസ്റ്റത്തിന്റെ പുറത്ത് ആരെങ്കിലും കൊടുക്കുന്ന ഫോഴ്സ് എന്താ ഉള്ളത്? 0 അല്ലേ? 0 ആണ്. ഓക്കെ, സോ എം ഡി വെക്ടർ വി ബൈ ഡി ടി, അത് നമുക്ക് ആക്സിലറേഷൻ എഴുതി കൂടെ? ആരെ ആക്സിലറേഷൻ? അത് സിസ്റ്റത്തിന്റെ ആക്സിലറേഷൻ ആണോ? അല്ല, ഇതാരെ ആക്സിലറേഷൻ ആണ്? ക്യാപിറ്റൽ എമ്മിന്റെ ആക്സിലറേഷൻ ആണ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. മാസ് ജോയിൻ ചെയ്യാണോ ലീവ് ചെയ്യാണോ? ജോയിൻ ചെയ്യണം. അതുകൊണ്ട് ഇവിടെ പ്ലസ് into vector vm dm, അത് പറഞ്ഞ വെലോസിറ്റി ഓഫ് ക്യാപിറ്റൽ എം. വെലോസിറ്റി ഓഫ് ക്യാപിറ്റൽ എം എത്രയാണ്? വി. വെലോസിറ്റി ഓഫ് ഡി എം റെസ്റ്റിലല്ലേ? അപ്പൊ എന്തായി? 0 into dm by dt. സോ നമുക്ക് ഇതിന്ന് ആക്സിലറേഷൻ കാണാലോ. ഈ ആക്സിലറേഷൻ വെക്ടർ എ ഈസ് ഈക്വൽ ടു മൈനസ് വി ബൈ എം, ഞാൻ തൽക്കാലം വെക്ടർ വി എന്ന് എഴുതാണ്, മൈനസ് വെക്ടർ വി ബൈ എം ഇൻറ്റു ഡി എം ബൈ ഡി ടി അല്ലേ? സോ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ആക്സിലറേഷൻ ഈസ് ഈക്വൽ നെഗറ്റീവ് ഓഫ് വെലോസിറ്റി. അതായത് നമ്മുടെ ക്യാപിറ്റൽ എം മാസ് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്സിലറേഷൻ ഉള്ളത് അല്ലേ? അതുകൊണ്ട് നെഗറ്റീവ് വി എന്ന് തന്നെ, നെഗറ്റീവ് വി ബൈ എം ഇൻറ്റു ഡി എം ബൈ ഡി ടി. അപ്പൊ ഇങ്ങനെ ആക്സിലറേഷൻ നെഗറ്റീവ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? സ്പീഡ് കുറഞ്ഞാണ് പോകുന്നത് അല്ലേ? അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് പറയാം? സ്പീഡ് ഡിക്രീസസ്, സ്പീഡ് ഡിക്രീസ് ആണ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷൻ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചത് നീറ്റ് 1994 ചോദിച്ചിട്ടുണ്ട്. ആ സമയത്ത് അവർ ഡി എം ബൈ ഡി ടി എന്ന് പറയുന്നത് ആൽഫ വി എന്നാണ് തന്നത്. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ എന്താകും? വെക്ടർ എ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് വെക്ടർ വി ബൈ ക്യാപിറ്റൽ എം ഇൻറ്റു ആൽഫ വി എന്നോളാ. അപ്പൊ നമുക്ക് ഇങ്ങനെയും പറയാം അല്ലേ? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് വി ബൈ എം ഇൻറ്റു ആൽഫ വി. എന്താ സാർ ഇങ്ങനെ പറയണത്? ഇത് മാഗ്നിറ്റ്യൂഡ് എടുത്താടെ, മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ ഇത് നെഗറ്റീവ് എന്താവും? പോസിറ്റീവ് ആവും. ഇതെന്താ സംഭവിച്ചത്? നമ്മൾ ഡയറക്ഷൻ സൂചിപ്പിക്കുന്നത് പോസിറ്റീവും നെഗറ്റീവും വെച്ചിട്ടാണ് അല്ലേ? വെക്ടർ വെച്ചിട്ടും ഡയറക്ഷൻ സൂചിപ്പിക്കുക, അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് വെച്ച് ഡയറക്ഷൻ സൂചിപ്പിക്കുക അല്ലേ? നമ്മൾ മോഷൻ സ്ട്രേറ്റ് ലൈനിൽ പഠിച്ചല്ലേ അല്ലേ? മോഷൻ സ്ട്രേറ്റ് ലൈൻ നമ്മൾ ഒരു ഭാഗത്ത് പോസിറ്റീവ് എടുക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഭാഗം എന്താണ്? നെഗറ്റീവ് ആണ്. അതേപോലെ ഇവിടെ എന്താക്കി? എ ഈസ് ഈക്വൽ നെഗറ്റീവ് വി ബൈ എം ഇൻറ്റു ആൽഫ വി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എന്തായി? നെഗറ്റീവ് ആൽഫ വി സ്ക്വയർ ബൈ ക്യാപിറ്റൽ എം ഇങ്ങനെ എഴുതാം. അതായത് വെലോസിറ്റി ഇങ്ങോട്ടോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് ആക്സിലറേഷൻ ഉണ്ട്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ വരാം? ആൽഫ വി സ്ക്വയർ ബൈ എം.
ഡയറക്ഷനും കൂടി വെച്ച് പറയുകയാണെങ്കിൽ എന്താ പറയും, ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ആൽഫ വി സ്ക്വയർ ബൈ എം. ഇതേപോലെ നമുക്ക് 2020 ചോദിച്ചിട്ടുണ്ട്. 2020 JEE മെയിനിലാട്ടോ ചോദിച്ചത്. 2020 കോവിഡ് കാലഘട്ടം. dm/dt അവർ തന്നിരിക്കുന്നത് BV സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ എന്തായിരിക്കും? നെഗറ്റീവ് V/m ഇൻറ്റു BV സ്ക്വയർ അല്ലേ, പ്ലസോ ഇൻറ്റു BV സ്ക്വയർ. അപ്പൊ എന്താ ഉത്തരം കിട്ടാം? നെഗറ്റീവ് BV³ അല്ലേ, നെഗറ്റീവ് BV³ M 3 എന്താ ഞാൻ പറയണല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ജെയ്മെയിൻ 2020 ചോദിച്ചിട്ടുണ്ട്, 1994 നീറ്റിലും ചോദിച്ചിട്ടുണ്ട്, നീറ്റ് 1994 ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ടൈപ്പ് നോക്കാം, കൺവെയർ ബെൽറ്റ് എന്നാണ്. ഇപ്പൊ കൺവെയർ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ അറിയാത്ത ആൾക്കാർ ശ്രദ്ധിക്കുക, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഇങ്ങനെ ഒരു ബെൽറ്റ്, ആ ബെൽറ്റിന്റെ ഇവിടെ ഒരു വീല് പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു വീല് പോലത്തെ സാധനം വെച്ചിട്ടുണ്ട്. സോ ഇങ്ങനത്തെ വീലുകൾ ഇങ്ങനെ കറങ്ങണ കാരണമായിട്ട് ഈ കൺവെയർ ബെൽറ്റ് എന്താവും, ഇങ്ങനെ നീങ്ങും അല്ലേ, ഇങ്ങനെ നീങ്ങിപ്പോവും. ഓക്കെ, സോ അതാണ് കൺവെയർ ബെൽറ്റ്. സൂപ്പർ മാർക്കറ്റിൽ കാണാം അല്ലേ, സൂപ്പർ മാർക്കറ്റിൽ കാണാം. ഓക്കെ, സോ ഈ കൺവെയർ ബെൽറ്റിന്റെ മേലെ നമ്മൾ ഇങ്ങനെ ഒരു സാൻഡ് ഇടാണ് വിചാരിച്ചു. ഈ സഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് സാൻഡ് ഇങ്ങനെ വീഴാണ്, സാൻഡ് വീഴാണ്. സോ സാൻഡ് വീഴുന്നത് കാരണമായിട്ട് ഈ സ്പീഡ് കുറയാണോ കൂടുതലാണോ? സോ എക്സ്പീരിയൻസ് വഴി പറയാട്ടോ, ഫിസിക്സ് വഴിയോ ബാക്കിയുള്ള കാര്യമല്ല, എക്സ്പീരിയൻസ് വഴി ഞാൻ പറയാണ്. ഇങ്ങനെ മാസ് ഇങ്ങനെ വീഴുകയാണെങ്കിൽ ഇതിൻ്റെ സ്പീഡ് കുറയും. ശരിയാണ്, കുറയും. അപ്പോൾ ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബെൽറ്റ് സ്പീഡ് കുറഞ്ഞില്ലേ, അപ്പോൾ അങ്ങനെ കുറയാൻ പാടില്ല. അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻറ്റെയിൻ ദ സ്പീഡ്, അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. മെയിൻറ്റെയിൻ ദ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം. സോ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കാം. വെക്ടർ എഫ് നെറ്റ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു MD വെക്ടർ V/dt ഇൻറ്റു വെക്ടർ VMdm ഇൻറ്റു dm/dt. ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ? മാസ് ആഡ് ചെയ്യാണ് അല്ലെ, എന്തൊക്കെ മാസ് വരികയാണ്. സോ ഇതെന്തായി? പ്ലസ് ആയി. ഇനി ഇവിടെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം, അതായത് വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കണം. അതായത് D വെക്ടർ V/dt എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് MD വെക്ടർ V/dt എന്താവും? 0 ആവും. ഇനി ഇവിടെ വെക്ടർ എഫ് നെറ്റ് എക്സ് ടേണൽ ഉണ്ട്. ഇനി അതിനുശേഷം വെക്ടർ VMdm ഇൻറ്റു dm/dt. സോ നമുക്ക് എന്ത് പറയാം? 0 പ്ലസ് വെലോസിറ്റി ഓഫ് ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞത് ഈ സാധനം അല്ലേ, അതിന്റെ മാസ് ഇങ്ങോട്ട് തന്നിട്ട് വിചാരിക്കാം, ഈ മാസിന്റെ വെലോസിറ്റി ഇങ്ങോട്ട് തന്നിട്ട് വിചാരിക്കാം V ആണ്. സോ നമുക്ക് എന്ത് പറയാം? V മൈനസ് വെക്ടർ ഡിഎമ്മിന്റെ വെലോസിറ്റി ഇങ്ങോട്ടേക്കാണ് താഴത്തേക്ക്. സോ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ എക്സ് ഡയറക്ഷനിലാണ് ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. ഇത് മൊത്തം എഴുതിയിരിക്കുന്നതാണ് എക്സ് ഡയറക്ഷനിലാണ്. അപ്പോൾ എക്സ് ഡയറക്ഷനിൽ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എക്സ് ഡയറക്ഷനിലെ വെക്ടർ VMdm എക്സ് ഡയറക്ഷനിലുള്ള ആൾക്കാരെ മാത്രം കൺസിഡർ ചെയ്താൽ മതി, വെക്ടേഴ്സിന്റെ എക്സ് ഡയറക്ഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ ഇവിടെ വെക്ടർ DM എന്ന് പറയുന്നത് വൈ ഡയറക്ഷനിൽ, അതുകൊണ്ട് 0 ആണ്. വൈ ഡയറക്ഷനിൽ കോമ്പണന്റ് ഇല്ല. ഇൻറ്റു dm/dt. സോ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? V ഇൻറ്റു dm/dt. അതായത് ഇതിൻ്റെ സ്പീഡ് കുറയുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, സാൻഡിൻ്റെ. ആ കുറയാതെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ V ഇൻറ്റു dm/dt എന്ന് പറയുന്ന ഫോഴ്സ് ഇയാൾക്ക് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത് കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്യുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യും? ഇത് കോൺസ്റ്റന്റ് സ്പീഡിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കൺവെയർ ബെൽറ്റിൻ്റെ അവിടെ നമ്മളൊരു മോട്ടർ ഘടിപ്പിക്കും. ആ മോട്ടർ എന്താക്കും? കോൺസ്റ്റന്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യും. ഇതിൻ്റെ മേലെ സാൻഡ് പാർട്ടിക്കിൾസ് വീഴുമ്പോൾ സ്പീഡ് കുറയില്ലേ, ആ സ്പീഡ് കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് മോട്ടർ ഫിറ്റ് ചെയ്യും. മോട്ടർ ഫിറ്റ് ചെയ്താൽ അത് കോൺസ്റ്റന്റ് സ്പീഡിൽ പോകും. മോട്ടർ കാരണമായിട്ടുള്ള ഫോഴ്സ് എത്ര വരുന്നത്? V ഇൻറ്റു dm/dt. ഇതാണ് ചോദിക്കുക അല്ലേ. സോ നമ്മളോട് ഇത് ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടില്ല. എന്താണ് ഈ ചങ്ങായി ചെയ്യുന്നത്? നീറ്റ് 2008 അവർ പറഞ്ഞു ഇങ്ങനത്തെ കേസിൽ dm/dt m kg/s ആണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് നീഡഡ് ടു മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് സ്പീഡ്
സോ നീറ്റ് 2008 ഇങ്ങനെ ചോദിച്ചത് ഫോഴ്സ് നെസസറി ടു മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് സ്പീഡ്. അങ്ങനെ രണ്ട് ഉദ്ദേശം തന്നെ കേട്ടോ, കോൺസ്റ്റന്റ് സ്പീഡിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സ്പീഡ്. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി, എഫ് നെറ്റ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു അല്ലേ, എഫ് നെറ്റ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഡി എം ബൈ ഡി ടി അല്ലേ, വി ഇൻറ്റു ഡി എം ബൈ ഡി ടി എന്നാണ്. സോ ഇവിടെ വി ഇൻറ്റു ഡി എം ബൈ ഡി ടി എന്ന് പറയുന്നത് എം ആവും. സോ ഇവിടെ നമുക്ക് വെക്ടർ ഫോമിൽ എഴുതാണെങ്കിൽ വെക്ടർ എഫ് നെറ്റ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു വെക്ടർ വി ഇൻറ്റു എം. ഇവിടെ ഞാൻ ഇവിടെ വെക്ടർ വി എന്ന് എഴുതാൻ വിട്ടുപോയി, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ വെക്ടർ വി എഴുതണം. സോ ഇവിടെ വെക്ടർ വി ഇൻറ്റു എം എന്ന് എഴുതാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോഷൻ്റെ സ്ട്രെയിറ്റ് ലൈൻ്റെ ബേസിൽ എഴുതാണെങ്കിൽ നേരെ എങ്ങനെ എഴുതിയാൽ മതി, എഫ് നെറ്റ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു എം എ വി അല്ലേ, നമ്മളൊരു ഭാഗം പോസിറ്റീവ് ആക്കി എടുത്തു. സോ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സും വെലോസിറ്റിയുടെ ഡയറക്ഷനും സെയിം ആണ്. അതായത് ഈ പാർട്ടിക്കിൾ ഈ മാസ് ക്യാപിറ്റൽ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ടല്ലോ, ആ മൂവ് ചെയ്യുന്ന ഈ കൺവെയർ ബെൽറ്റിന്റെ ഈ ഡയറക്ഷനിലായിട്ട് നമ്മൾ എന്താ അപ്ലൈ ചെയ്യാം, നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്യും. സോ ചില ആൾക്കാർ ഇത് കാണാപ്പടം പഠിച്ചേക്കും, ഇതാണ് കാണാപ്പടം പഠിച്ചേക്കേണ്ടത്, എല്ലാ ഇതാണ് കാണാപ്പടം പഠിച്ചേക്കേണ്ടത്, ഇത് കാണാപ്പടം പഠിച്ചേക്കണോ, വേണ്ട, ഏത് പഠിച്ചാൽ മതി, നമ്മുടെ ജനറൽ ഇക്വേഷൻ പഠിച്ചാൽ മതി, അതിന് ബാക്കിയുള്ള എല്ലാം ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. സോ നമ്മൾ നീറ്റിൽ ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും ജെഇ മെയിൻ ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റിനൊക്കെ കംപ്ലീറ്റ് ആയിക്കുന്നത് കൺവെയർ ബെൽറ്റിൻ്റെ. പക്ഷേ നമുക്ക് ഒരു വേറെ വ്യത്യാസമായിട്ട് ചെയ്യണമല്ലോ, വ്യത്യാസമായിട്ട് നമ്മൾ പഠിക്കണമല്ലോ. അതുകൊണ്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ഇവിടെ ഒരു കൺവെയർ ബെൽറ്റ് ഉണ്ട്, അതിന്റെ ബെൽറ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്താണ്, വെക്ടർ വി ആണ്. നിങ്ങൾ നമ്മളോട് പറയുകയാണ് ഡി എം ജോയിൻസ് ഹോറിസോണ്ടലി വിത്ത് സ്പീഡ് യു, ഫൈൻഡ് ഫോഴ്സ് നീഡഡ് ടു മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് സ്പീഡ്. ഈ കൺവെയർ ബെൽറ്റ് കോൺസ്റ്റന്റ് സ്പീഡിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ എത്രയാണ് കൊടുക്കേണ്ട ഫോഴ്സ് അല്ലേ. അപ്പം നമുക്ക് നോക്കാം. അതിന് നമ്മൾ നോക്കേണ്ടത് ഇത് വേരിയബിൾ മാസ് പ്രോബ്ലം ആണ്. അപ്പോൾ വേരിയബിൾ മാസ് പ്രോബ്ലത്തിന്റെ എന്ത് ഐഡിയ ഉള്ളത്, വേരിയബിൾ മാസ് പ്രോബ്ലത്തിന്റെ ഈ ഇക്വേഷൻ ആണ് നമുക്ക്, അതുകൊണ്ട് നമ്മൾ അത് എഴുതി. ഇതിൽ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മാസ് ആഡ് ചെയ്യണം, മാസ് ലീവ് ചെയ്യണം. ഇവിടെ മാസ് എന്താ ചെയ്യുന്നത്, ആഡ് ചെയ്ത് ഇതിൽ ഡി എം ജോയിൻ ചെയ്യുക ചെയ്യണം. അതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കണം, പ്ലസ് ആണ് ഇക്വേഷനിൽ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം അവർ എന്ത് പറഞ്ഞിട്ടുണ്ട്, കോൺസ്റ്റന്റ് സ്പീഡിലാണ് മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് സ്പീഡ്, ഇതിന്റെ ബെൽറ്റിന്റെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം കോൺസ്റ്റന്റ് സ്പീഡ്. വെക്ടർ ഡി വെക്ടർ വി ബൈ ഡി ടി എന്താവും, 0. എടാ അതറിയില്ലേ, കോൺസ്റ്റന്റ് സ്പീഡ് ആണെങ്കിൽ ഡി വെക്ടർ വി 0 ആവും. അപ്പൊ ഡി വെക്ടർ വി ബൈ ഡി ടി എന്താവും, 0 ആവും. അപ്പോൾ 0 ഇൻറ്റു ക്യാപിറ്റൽ എം എന്താവും, 0. അപ്പോൾ ഈ ടേം എന്തായി, 0 ആയി. ബാക്കി എന്താണുള്ളത്, വെക്ടർ വി എം ഡി എം ഇൻറ്റു ഡി എം ബൈ ഡി ടി. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയാമല്ലോ. വെക്ടർ വി എം വെലോസിറ്റി ഓഫ് ബെൽറ്റ്, അത്രയാണ് വെക്ടർ വി മൈനസ് വെലോസിറ്റി ഓഫ് ഡി എം. ഡി എമ്മിന്റെ വെലോസിറ്റി എന്താണ്, അത് നമുക്ക് തൽക്കാലം വെക്ടർ യു എന്ന് എഴുതാം. വെക്ടർ വി മൈനസ് വെക്ടർ യു ഇൻറ്റു ഡി എം ബൈ ഡി ടി. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, പ്രത്യേകിച്ച് ഈ ജെഇ അഡ്വാൻസ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ഏതൊക്കെ സംഭവങ്ങൾ പോസിബിൾ ആണെന്ന് ആലോചിക്കണം. സോ ക്വസ്റ്റ്യനിൽ നമ്മളെ പറഞ്ഞത് ഹോറിസോണ്ടലി വിത്ത് സ്പീഡ് യു എന്നാണ്. അപ്പം നമുക്ക് എന്തൊക്കെ പോസിബിൾ ആണ്, നമുക്ക് ഇങ്ങനെ പറയാം. ഒന്നുകിൽ ഇത് ഇങ്ങനെയായിരിക്കും ജോയിൻ ചെയ്തിട്ടുണ്ടാവാം, ഈ ഡി എം ഈ ഡയറക്ഷനിലായിരിക്കും വന്നിട്ടുണ്ടാവാം, ഈ വെലോസിറ്റി വെക്ടർ ഇങ്ങോട്ടേക്ക് ആവുന്ന സമയത്ത്. അല്ലെങ്കിൽ ഡി എം എങ്ങനെയായിരിക്കും ജോയിൻ ചെയ്തിട്ടുണ്ടാവാം, വെലോസിറ്റി വെക്ടർ നേരത്തെ പോലെ തന്നെ ഇങ്ങോട്ടേക്ക് തന്നെ ഉള്ളത്, പക്ഷെ ഡി എം ജോയിൻ ചെയ്തത് ഇങ്ങനെയാണ്, വെക്ടർ യുല് അല്ലേ. കൺവെയർ ബെൽറ്റ് ജിഞ്ചിൻ 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 ജി ഇങ്ങനെ മൂവ് ചെയ്യാം, ഡി എം ഈ കൂടെ വരാം, അതാണിത്. ഇതിവിടെ കൺവെയർ ബെൽറ്റ് അങ്ങനെ തന്നെ ജിഞ്ചിൻ 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 ജിൻ, ഡി എം അങ്ങനെ വരുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, വെക്ടർ വി അങ്ങോട്ടേക്ക്, കൺവെയർ ബെൽറ്റിലേക്ക് ഡി എം ജോയിൻ ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അങ്ങനെയും പോസിബിൾ ആണ്. സോ രണ്ട് പോസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. സോ നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് എന്ത് പറയാം, ഇവിടെ വെക്ടർ വി എന്ന് പറഞ്ഞത് വി ഐ ക്യാപ്പ് ആണ്, വെക്ടർ യു എന്ന് പറയുന്നത് യു ഐ ക്യാപ്പ് ആണ്. ഇവിടെ വെക്ടർ വി എന്ന് പറയുന്നത് വി ഐ ക്യാപ്പ് ആണ്, വെക്ടർ യു എന്ന് പറയുന്നത് എന്താണ്, യു ഇൻറ്റു മൈനസ് ഐ ക്യാപ്പ്, ലെഫ്റ്റ് ഡയറക്ഷനിലായുണ്ട്, അതുകൊണ്ട് മൈനസ് യു ഐ ക്യാപ്പ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷനിൽ ഇവിടെ എന്താ വരാം, വെക്ടർ എഫ് നെറ്റ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു വെക്ടർ വി, വെക്ടർ വി എന്ന് പറഞ്ഞാൽ എന്താണ്, വി ഐ ക്യാപ്പ് അല്ലെ, വി ഐ ക്യാപ്പ് മൈനസ് യു ഐ ക്യാപ്പ് ഇൻറ്റു ഡി എം ബൈ ഡി ടി. അതായത് വി മൈനസ് യു ഇൻറ്റു ഡി എം ബൈ ഡി ടി ഐ ക്യാപ്പ്, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സോ ഇതിലെ പോസിബിലിറ്റി എന്താണ്, ഒന്നാമത്തെ പോസിബിലിറ്റി വി ഗ്രേറ്റർ ദാൻ യു, വി ആണ് യുവിനേക്കാളും വലുത്. അപ്പം എന്താ സംഭവിക്കാം, വി മൈനസ് യു എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പം ഈ പോസിറ്റീവ് ഇൻറ്റു ഡി എം ബൈ ഡി ടി ഐ ക്യാപ്പ് അല്ലേ, അത് ഡയറക്ഷൻ എങ്ങോട്ടാണുള്ളത്, പോസിറ്റീവ് ഐ ക്യാപ്പിന്റെ ഡയറക്ഷനാണുള്ളത്. അതായത് വെക്ടർ എഫ് നെറ്റ് എക്സ്റ്റേണൽ ഈ ഡയറക്ഷനാണ് ഉണ്ടാവുക. ഇതാണ് വെക്ടർ എഫ് നെറ്റ് എക്സ്റ്റേണൽ ഡയറക്ഷൻ, അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടുണ്ടാവാം, ജിഞ്ചിങ് ഇങ്ങോട്ടൊക്കെ ഉണ്ടാവുന്നത്. ഇനി വി ലെസ് ദാൻ യു ആണ്,
അതായത് വി ഐ ക്യാപ്പ് മൈനസ് യു ഐ ക്യാപ്പ് എന്താവും, നെഗറ്റീവ് ആവും. അതായത് ഇവിടെ എന്ത് വരും, നെഗറ്റീവ് ഐ ക്യാപ്പ് ആയിരിക്കും സിമ്പിൾ ആയിട്ട് വരാം. അതായത് വെക്റ്റർ എഫ് നെറ്റ് എക്സ്റ്റേണലിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ആയിട്ടാണുള്ളത് വി ലെസ് ദാൻ യു ആണെങ്കിൽ. ഇനി വി ഈസ് ഈക്വൽ ടു യു ആണെങ്കിൽ എന്താ സംഭവിക്കാം, വി ഈസ് ഈക്വൽ ടു യു. അപ്പോൾ വെക്റ്റർ എഫ് നെറ്റ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു 0. വി മൈനസ് യു എന്തായി, 0 ആയി, വി ഈസ് ഈക്വൽ ടു യു ആണെങ്കിൽ. ഓക്കെ, ഇനി അതേപോലെ ഇവിടെ അപ്ലൈ ചെയ്തേ. ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, വെക്റ്റർ എഫ് നെറ്റ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു മക്കളെ ഉഷാറായിട്ട് പറഞ്ഞേ, ഉറങ്ങുന്ന ആൾക്കാരൊക്കെ എണീക്ക്. ബി ഐ ക്യാപ്പ് മൈനസ് യു ഐ ക്യാപ്പ് ഇൻറ്റു ഡി എം ബൈ ഡി ടി. അതായത് വി പ്ലസ് യു ഇൻറ്റു ഐ ക്യാപ്പ് ഇൻറ്റു ഡി എം ബൈ ഡി ടി. ഇങ്ങനല്ലേ വരാം, വി പ്ലസ് യു ഇൻറ്റു ഐ ക്യാപ്പ് ഇൻറ്റു ഡി എം ബൈ ഡി ടി. ഓക്കെ, സോ ഇവിടെ വി ഗ്രേറ്റർ ദാൻ യു ആയാൽ എന്തെങ്കിലും സംഭവിക്കാണ്ടോ, വി പ്ലസ് യു എന്നുള്ളത് കൂട്ടും, ഡയറക്ഷൻ മാറോ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം, വെക്ടർ എഫ് നെറ്റ് എക്സ്റ്റേണൽ ഐ ക്യാപ്പ് ഡയറക്ഷനിലല്ല അല്ലേ, ഐ ക്യാപ്പ് ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്, ഇങ്ങോട്ടേക്ക്. ഇനി വി ലെസ് ദാൻ യു ആണെങ്കിലോ, വെക്ടർ എഫ് നെറ്റ് എക്സ്റ്റേണൽ ഈ ഡയറക്ഷൻ മാറോ ഇല്ല. നോക്ക്, വി ലെസ് ദാൻ യു, വി 2 യു 3, 2 + 3 5 ഇൻറ്റു ഐ ക്യാപ്പ് ഡയറക്ഷൻ ഒക്കെ തന്നെ. ഓക്കെ, ഇനി വി ഈസ് ഈക്വൽ ടു യു ആണെങ്കിലോ, അപ്പോൾ ഡയറക്ഷൻ മാറോ, ഡയറക്ഷൻ മാറും മക്കളെ ഇല്ല, ഡയറക്ഷൻ ഇങ്ങോട്ടൊക്കെ തന്നെ. കാരണം എന്താ, വി പ്ലസ് യു എന്നുള്ളത് വി പ്ലസ് വി 2v ഐ ക്യാപ്പ് ഇൻറ്റു ഡി എം ബൈ ഡി ടി, അല്ലെങ്കിൽ യു പ്ലസ് യു 2u ഐ ക്യാപ്പ് ഇൻറ്റു ഡി എം ബൈ, ഡയറക്ഷൻ മാറിയിട്ടില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ പ്രത്യേകമായിട്ട് നോക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാത്തിലും ഡയറക്ഷൻ ഒന്ന് തന്നെ. ഇത് വി സിക്കൽ യു ആകുമ്പോൾ ഇവിടെ 0 ആവുന്നുണ്ട്. ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്ന കേസ് നോക്കുക, വി ലെസ് ദാൻ യു. അതായത് നമ്മുടെ കൺവെയർ ബെൽറ്റ്, ഇതാണ് കൺവെയർ ബെൽറ്റിൽ ഇത് വി വെലോസിറ്റിയിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ഇതിന്റെ അതേ ഡയറക്ഷനിൽ ഒരു ഡി എം വരുന്നുണ്ട്. ഇവിടെ ഡി എം ജിഞ്ചിരിജ, അത് യു ആണല്ലേ. അപ്പൊ നിങ്ങൾ വിചാരിക്കാം വി ലെസ് ദാൻ യു, വി വിചാരിക്കുക 2 ആണ്, യു എന്ന് വിചാരിക്കുക എത്രയാണ്, 10 ആണ്. അപ്പൊ വി ലെസ് ദാൻ യു. ആ കേസിൽ എന്താ സംഭവിക്കുന്നത്, ഇവിടെ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് ബാക്കൗട്ട് ആവണം. എന്തിന്, ഈ ബെൽറ്റ് കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്യിക്കാൻ. ജോയിൻ ചെയ്യുന്ന ഡി എം ബെൽറ്റിന്റെ വെലോസിറ്റി വെക്ടറിന്റെ ഡയറക്ഷനിലാണ്, മാത്രമല്ല ജോയിൻ ചെയ്ത ഡി എമ്മിനാണ് കൂടുതൽ സ്പീഡ് എങ്കിൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യണം, എന്നാലേ ഈ ബെൽറ്റ് കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്യുള്ളൂ. അതായത് ജോയിൻ ചെയ്യുന്ന ഡി എം എന്താക്കും, ഈ ബെൽറ്റിന്റെ സ്പീഡ് കൂട്ടും. കാരണം ജോയിൻ ചെയ്യുന്ന ഡി എമ്മിന്റെ സ്പീഡ് എന്താണ്, കൂടും. അപ്പം മാസ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ സ്പീഡ് എന്താ സംഭവിക്കുന്നത്, ബെൽറ്റിന്റെ സ്പീഡ് എന്താ സംഭവിക്കുന്നത്, കൂടാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ ഇത് പഠിപ്പിച്ച എന്തിനാണ്, എല്ലാ പോസിബിലിറ്റിയും നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് നമ്മൾ പ്രത്യേകിച്ച് അഡ്വാൻസിലേക്ക് നോക്കുന്ന സമയത്ത് എല്ലാ പോസിബിലിറ്റിയും നോക്കണം. അത് നിങ്ങൾ കാര്യമാക്കണ്ട, മനസ്സിലായോ. ഇതിപ്പോ നീറ്റിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗമായിട്ട് ചോദിക്കാം അല്ലെ. ഇതിപ്പോ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്, 1 2 3 4 5 6 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ പകരം വേറെ ചോദിക്കാമല്ലോ, മനസ്സിലാവണ്ട ഞാൻ പറഞ്ഞത്. അപ്പൊ അവർ ഡി എം ജോയിനിങ് എന്നൊന്നും പറയില്ല, അവരെന്താക്കും സാൻഡ് ജോയിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വാട്ടർ ഇതിന്റെ മേലേക്ക് വിടുന്നുണ്ട്, ഡി എം ബൈ ഡി ടി ആയിരിക്കും അവർ തരാം. മനസ്സിലാവുണ്ടോ, ഇതിന്റെ ഡയറക്ഷനൊക്കെ നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കി ചെയ്യുമല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും എനിക്ക് പഠിപ്പിക്കാൻ കഴിയില്ല, പകരം എങ്ങനെ ചിന്തിക്കാം എന്നാണ് എനിക്ക് പഠിപ്പിക്കാൻ പറ്റുക കുറഞ്ഞ സമയം കൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് ചെയ്യുന്നത്, കാരണം പല പല രീതിയിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് നിങ്ങൾ പറയരുത് ചാർ എന്താണ് ചാർ കുറേ പറപ്പിച്ച് വെറുതെ നമ്മളെ വലുതാക്കിയിട്ട് കൊളാക്കിയിട്ട് നമുക്ക് 1ാം റാങ്ക് വാങ്ങിക്കാനുള്ള പ്ലാനല്ലേ, പറ്റൂല സാർ, അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. കൺവെയർ ബെല്ല് നമ്മളിപ്പോൾ വെർട്ടിക്കലി വീഴുന്ന കേസ് കണ്ട്, ഹോറിസോണ്ടലി വീഴുന്ന കേസ് കണ്ട്, ഇനി ഇത് രണ്ടിന്റെ ഇടയിൽ കൂടെ വീഴുന്ന ഒരു കേസ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ എങ്ങനത്തെ രീതിയിൽ ചോദിച്ചാൽ നമ്മൾ എന്താ പറയാം, നമ്മൾ പറയും വെക്ടർ എഫ് നെറ്റ് എക്സ്റ്റേണൽ എക്സ് ഡയറക്ഷനിൽ ഈസ് ഈക്വൽ ടു എം ഡി വെക്ടർ വി ബൈ ഡി ടി എന്തായി 0 ആയി, കോൺസ്റ്റന്റ് സ്പീഡിൽ മെയിൻറ്റെയിൻ ചെയ്യണം, at constant speed. So 0 plus minus അല്ലല്ലോ പ്ലസ് ആണ്, ഇൻറ്റു വെക്ടർ വി എം ഡി എം ഇൻറ്റു ഡി എം ബൈ ഡി ടി. ഞാൻ അങ്ങനെ ചെയ്താട്ടോ, വെക്ടർ വി മൈനസ് വെക്ടർ വി ഡി എം. വെക്ടർ വി ഡി എം എന്താ വരുന്നത് മക്കളെ, ഹോറിസോണ്ടൽ ഡയറക്ഷനിൽ നോക്ക്. ഹോറിസോണ്ടൽ ഡയറക്ഷൻ എന്താ ഉള്ളത്, യു ആണ് ഉള്ളത്, അല്ല യു കോസ് തീറ്റയാണ് ഹോറിസോണ്ടൽ ഡയറക്ഷൻ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, യു കോസ് തീറ്റ അല്ലേ. അപ്പൊ നമുക്കിവിടെ വെക്ടർ യു കോസ് തീറ്റ വി എം ഡി എം ഇൻറ്റു ഡി എം ബൈ ഡി ടി, ഡി എം ബൈ ഡി ടി.
ഇതാണ് എക്സ് ഡയറക്ഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് കോൺസ്റ്റന്റ് സ്പീഡിൽ. ഇതാണ് ഫോഴ്സ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ അറ്റ് കോൺസ്റ്റന്റ് സ്പീഡ്. നമുക്ക് ഇന്ന് മനസ്സിലായ കാര്യം എന്താണ്? നമ്മൾ ഹോറിസോണ്ടൽ വെലോസിറ്റി കമ്പണന്റ് ആണ് നോക്കേണ്ടത്, വെർട്ടിക്കൽ കമ്പണന്റ് നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? കോൺസ്റ്റന്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. അതായത് ഡി വെക്ടർ വി ബൈ ഡി ടി, ഈ ഡയറക്ഷനിലെ വെലോസിറ്റി ഡി വെക്ടർ വി 0 ആവണം. സോ അതിന് നമ്മൾ ഹോറിസോണ്ടൽ ഡയറക്ഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു 4 മീറ്റർ പെർ സെക്കൻഡിൽ ഒരു കൺവെയർ ബെൽറ്റ് മൂവ് ചെയ്യാണ്. അറ്റ് ദ എൻഡ് ഓഫ് കൺവെയർ എ ലോഞ്ച് റോളർ ആക്സിലറേറ്റ്സ് ദ മെറ്റീരിയൽ സോ ദാറ്റ് ഇറ്റ് ലീവ്സ് വിത്ത് ഹോറിസോണ്ടൽ സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഈ കൺവെയർ ബെൽറ്റിന്റെ എൻഡിലായിട്ട് ഒരു ലോഞ്ച് റോളർ വെച്ചിട്ടുണ്ട്. അത് കാരണമായിട്ട് എന്ത് സംഭവിക്കുന്നത്? ഇത് ലീവ് ചെയ്യണ സമയത്ത് 10 മീറ്റർ പെർ സെക്കൻഡിലാണ് ലീവ് ചെയ്യുന്നത്. ആര്? ഇതിന്റെ മേലുള്ള മെറ്റീരിയൽ. തൽക്കാലം മെറ്റീരിയൽ സാൻഡാന്ന് വിചാരിച്ചോ, സാൻഡാണ്, സാൻഡിന്റെ കൂമ്പാരം. ഓക്കെ, ആ സാൻഡിന്റെ കൂമ്പാരം ഇങ്ങനെ ഇവിടുന്ന് വെന്നി ഇവിടുന്ന് ഇങ്ങോട്ട് വരെ 4 മീറ്റർ പെർ സെക്കൻഡിലെ വരുന്നത്. ഇവിടെ എത്തുമ്പോൾ എന്താ കിട്ടി? 10 മീറ്റർ പെർ സെക്കൻഡിൽ പോകും. മനസ്സിലായോ? അതാ പറഞ്ഞത്. മാസ് ഈസ് ഇജക്റ്റഡ് അറ്റ് 3 കിലോഗ്രാം പെർ സെക്കൻഡ് റേറ്റ്. ഒരു സെക്കൻഡിൽ 3 കിലോഗ്രാം ആണ് ഇവിടുന്ന് ബും 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 ഇജക്ട് ചെയ്യപ്പെടുന്നത്. ഫൈൻഡ് എക്സ്റ്റേണൽ ഫോഴ്സ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് സ്പീഡ് ഓഫ് ദ ബെൽറ്റ്. സിമ്പിൾ, വളരെ സിമ്പിൾ. നമ്മൾ ഇതാ എന്ത് പ്ലസ് ഓർ മൈനസ് വെക്ടർ വി എം ഡി എം ഇൻടു ഡി എം ബൈ ഡി ടി. ഇനി നിങ്ങൾ പറയൂ, ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ വേണ്ടത്? ഇവിടെ മാസ് കൂടാണോ മാസ് കുറയാണോ? മാസ് കുറയാണ്. സോ മാസ് കുറയുന്ന സമയത്ത് നമ്മൾ ഏതാ ഉപയോഗിക്കേണ്ടത്? മൈനസ് ആണ്. ശ്രദ്ധിക്കാം, നമ്മൾ ഇതിനു മുമ്പ് വരെ പ്ലസ് ആണ് നമ്മൾ പഠിച്ചത്. കാരണം ഇതുവരെ മാസ് ആഡ് ചെയ്യായിരുന്നു. ഇപ്പൊ എന്താണ്? മാസ് ഇജക്ട് ചെയ്യണം. അതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് ആണ് ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് സ്പീഡ്. അതായത് ഡി വെക്ടർ വി 0 ആവും. അതുകൊണ്ട് ഡി വെക്ടർ വി ബൈ ഡി ടി 0 ആകും. അതുകൊണ്ട് 0 ഇൻറ്റു ക്യാപിറ്റൽ എം, ഈ ടേം മൊത്തം 0 ആകും. ഓക്കെ, ഈ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത് അല്ലേ? അപ്പൊ ഇവിടെ 0 പ്ലസ് വെക്ടർ വി എം ഡി എം വെലോസിറ്റി, സോറി പ്ലസ് അല്ല കേട്ടോ, മൈനസ് വെലോസിറ്റി ഓഫ് ക്യാപിറ്റൽ എം. വെലോസിറ്റി ഓഫ് ക്യാപിറ്റൽ എം എത്രയാണ് വരുന്നത്? 4 മീറ്റർ പെർ സെക്കൻഡ്. 4 മൈനസ് 4 ഐ ക്യാപ്പ് എന്ന് ഇതാണ് 4 ഐ ക്യാപ്പ് മൈനസ് വെലോസിറ്റി ഓഫ് ഡി എം എത്രയാണ്? ഡി എം എത്രയാണ്? ലീവ് ചെയ്യുന്ന സമയത്ത് ഡി എമ്മിന്റെ വെലോസിറ്റി എത്രയാണ് പറഞ്ഞേ? 10 മീറ്റർ പെർ സെക്കൻഡ്. സോ നമുക്ക് എന്താക്കാം? 10 ഐ ക്യാപ്പ്. മനസ്സിലായി? ഇതിന്റെ ഈ മേലുള്ള സമയത്ത് 4 മീറ്റർ പെർ സെക്കൻഡ് നമ്മൾ ഇജക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ നോക്കുന്നത്. സോ അത് 10 ഐ ക്യാപ്പ് ആണ്. ഇൻടു ഡി എം ബൈ ഡി ടി. ഡി എം ബൈ ഡി ടി എത്രയാണ്? 3 കിലോഗ്രാം പെർ സെക്കൻഡ്. സോ 3. സോ നമുക്ക് എന്ത് കിട്ടി? 4 മൈനസ് 10 മൈനസ് 6 ആയി. മൈനസ് 6 ഇൻറ്റു 3 മൈനസ് 18 ആയി. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ അതുകൊണ്ട് 18 ഐ ക്യാപ്പ് ന്യൂട്ടൺ എന്നാകും ഉത്തരം. നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ എല്ലാതും ചെയ്യാം. അങ്ങനെയാണ് എടാ, നമ്മളിവിടെ ഈ കൺവെയർ ബെൽറ്റിന്റെ അടുത്തൊന്നും ഇവിടുന്ന് ഈ ഡി എം ഇജക്ട് ചെയ്യല്ലേ? ജിൻ ഡി എമ്മിന്റെ ബുഷ്കും ഇങ്ങനെ ഇജക്ട് ചെയ്യല്ലേ? അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് പറയാം? ഇതിന്റെ വെക്ടർ എഫ് നെറ്റ് എക്സ്റ്റ് ഏണൽ ഓൺ ഡി എം എന്ന് പറഞ്ഞാൽ ഡി എം ഇൻറ്റു എ അല്ലേ? ഡി എം ഇൻറ്റു എ ചെയ്താൽ മതി. പക്ഷെ നമുക്ക് ഡി എം ഇൻറ്റു എ അറിയോ? ഡി എം എന്താ അറിയോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്താക്കി ഇവിടെ ഡി എം ബൈ ഡി ടി എന്ന് എഴുതി. കാരണം എന്താ? ഡി എം ബൈ ഡി ടി നമുക്ക് അറിയാം. പക്ഷെ അങ്ങനെ എഴുതുമ്പോൾ നമ്മളിവിടെ എന്താക്കണം? ഇൻറ്റു എ ഡി ടി എന്നാക്കണം. എന്നാലേ ഡി ടി കട്ട് ചെയ്തിട്ട് ഡി എം ഇൻറ്റു എ തന്നെ ആവുള്ളൂ. അപ്പോൾ ഡി എം ബൈ ഡി ടി നമുക്കറിയാം അല്ലേ? അപ്പോൾ ഡി എം ബൈ ഡി ടി നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്താൽ ഡി എം ബൈ ഡി ടി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് 3 ആണ്. ഇൻറ്റു ആക്സിലറേഷൻ നമുക്ക് ഡി വി ബൈ ഡി ടി എന്ന് എഴുതി കൂടെ ഇതാ. അപ്പം നമുക്ക് ഡി വി ബൈ ഡി ടി ഇൻറ്റു ഡി ടി കട്ട് ചെയ്ത് പോയി. ബാക്കി എന്താ ഉള്ളത്? 3 ഇൻറ്റു ഡി വി. ഡി വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ മൈനസ് ഇനീഷ്യൽ. അതായത് ഇവിടെ ഉള്ള സമയത്ത് ഈ ഡി എമ്മിന്റെ മാസ് വെലോസിറ്റി എന്തായിരുന്നു? 4 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് അതെന്തായി? 10 മീറ്റർ പെർ സെക്കൻഡ് ആയി. സോ വി മൈനസ് യു എന്ന് പറഞ്ഞാൽ എന്താണ്? 10 മൈനസ് 4, അതായത് 6. 3 ഇൻറ്റു 6 എത്രയാണ്? 18. ഇതാണോ ഉത്തരം? ഇതാണോ ഉത്തരം? അല്ല. ഇതാണോ ഉത്തരം? അല്ല. കാരണം എന്താ? ഇവിടെ ഡി എം ഇൻറ്റു വെക്ടർ എ, ഇവിടെ വെക്ടർ എ, ഇവിടെ ഡി വെക്ടർ വി, ഇവിടെ 10 മൈനസ് 4 ഇൻറ്റു ഐ ക്യാപ്പ്. ഇതാണ് ഉത്തരം. ഇത് ഉത്തരമല്ല. കാരണം എന്താ? ഇത് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ ഡി എം ആണ്. സോ തേർഡ് ലോ പ്രകാരം വെക്ടർ എഫ് നെറ്റ്
എക്സ്റ്റേണൽ ഓൺ ബെൽറ്റിന്റെ മേലെ എത്ര ഫോഴ്സ് ഉണ്ടാവും? -18 ICAP ഉണ്ടാവും. കാരണം എന്താ? തേർഡ് ലോ പ്രകാരം ഇത് ഡി എമ്മിന്റെ മേലെ ബെൽറ്റ് കൊടുത്ത ഫോഴ്സ് എത്രയാണ്? 18 ICAP. അപ്പൊ ഡി എം ബെൽറ്റിന്റെ മേലെ കൊടുക്കുക എന്താണ്? -18 ICAP. സോ അത് കാരണം ബെൽറ്റിന്റെ സ്പീഡ് എന്താവും? കുറയും. ബെൽറ്റ് സ്പീഡ് ഡിക്രീസസ്. ബെൽറ്റിന്റെ സ്പീഡ് കുറയും. കാരണം ബെൽറ്റ് ഇങ്ങോട്ടൊക്കെ വരുന്നത് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. സോ ബെൽറ്റിന്റെ സ്പീഡ് കുറയുന്നത് കാരണമായിട്ട് നമ്മൾ എന്താക്കും? അത് മെയിൻറ്റെയിൻ ചെയ്യാൻ എത്ര ഫോഴ്സ് കൊടുക്കണം എന്നാണ് ചോദിക്കുന്നത്. സോ ഇങ്ങോട്ടേക്ക് -18 ICAP ഉണ്ടെങ്കിൽ അതേ 18 ICAP ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കുകയാണെങ്കിൽ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആവും. അതുകൊണ്ട് സ്പീഡ് ഡിക്രീസ് ചെയ്യില്ല. എന്താവും? സ്പീഡ് എന്താവും? കോൺസ്റ്റന്റ് ആവും. സോ അപ്ലൈ 18 ICAP so that vector F net external is equal to 0. സ്പീഡ് കോൺസ്റ്റന്റ് ആക്കും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിർത്താം. പക്ഷെ ഞാൻ അതിനുശേഷം ഇതെന്താ പറഞ്ഞത്? എന്നാലേ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് തുടങ്ങുള്ളൂടോ. മനസ്സിലായോ? നിങ്ങളൊക്കെ സർജറിൻ്റെ ആൾക്കാരല്ലേ. സർജറി എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുപ്പിക്കുക നിങ്ങൾ ഇല്ല. പക്ഷേ സർജറി ചെയ്തിട്ടില്ലെങ്കിലും സർജറി ഒന്നല്ല ലോകത്തെ വലിയ കാര്യം. നമ്മൾ നാളെ മരിക്കുമോ എന്ന് അറിയില്ല. മനസ്സിലാവണ്ടോ? അപ്പോൾ നമ്മൾ പഠിക്കുന്നത് കുറച്ച് കറക്റ്റായിട്ട് പഠിക്കാം എന്നുള്ള ഉദ്ദേശമാണ് നമ്മൾക്ക് ഉള്ളത്. അപ്പം എല്ലാം ശരിയാവും. ജീവിതമാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അവസാനം ശരിയാവും എന്നൊരു പ്രതീക്ഷ വെക്കാം. പ്രതീക്ഷയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. എൻ്റെ വീട്ടിൽ നിന്ന് അപ്പുറത്തെ കൂടെ നടന്നു പോകുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും എന്താണ്? 2 തെങ്ങ. ഞാൻ എപ്പോഴും പേടിക്കുക, ഈ തേങ്ങ എപ്പോഴും മേലോട്ട് വീകുമോ? സത്യം പറഞ്ഞാൽ പേടിയാണ്. പക്ഷേ പിന്നെ ആലോചിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ വീടും ഇടിഞ്ഞ് പൊളിഞ്ഞ് വീകുമല്ലോ അല്ലേ? എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം. പക്ഷെ നമ്മൾ ജീവിക്കുന്ന ജീവിതം എന്താക്കാം? വളരെ സമാധാനപരമായി സന്തോഷകരമായി നല്ല രീതിയിൽ ജീവിക്കാം. എന്ന് വെച്ച് തേങ്ങ താഴത്തേക്ക് വരുമ്പോൾ താഴെ തന്നെ പോയി നിൽക്കണം എന്നല്ല കേട്ടോ. ശ്രദ്ധിച്ച് പോവാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കറക്റ്റായി ചെയ്യാം. ബാക്കിയുള്ളതൊക്കെ റെഡിയാവും എന്നുള്ള പ്രതീക്ഷ ഉണ്ടാവുക. ബാക്കിയുള്ളതൊക്കെ റെഡിയാവും. പ്രതീക്ഷയാണ് നമ്മളെ മെയിൻ.